ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഒരാൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഒരു മറുപടി വിശുദ്ധ വേദപുസ്തകം അടിസ്ഥാനമാക്കി പറയുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യം, വിശുദ്ധ വേദപുസ്തകത്തിൽ, വിശേഷ പുതിയ നിയമത്തിൽ ശുശ്രൂഷകൾക്കായി പറഞ്ഞയക്കപ്പെടുന്ന ദൈവദാസന്മാരെ, പ്രത്യേകിച്ച് സഭയുടെ ശുശ്രൂഷകന്മാരെ കൈവച്ച് ആ സ്ഥാനത്തേക്ക് ശുശ്രൂഷയിൽ ആക്കുക എന്നൊരു സംവിധാനം പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ പ്രവാചകൻ, പുരോഹിതൻ, രാജാവ് മുതൽ പേരെ അഭിഷേകം ചെയ്ത് ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കുന്ന പതിവാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ സഭ കൂടി വരികയും ദൈവം ശുശ്രൂഷയ്ക്കായി എഴുന്നേൽപ്പിച്ചിട്ടുള്ള ആളുകളെ പരിശുദ്ധാത്മാവായ ദൈവം സഭയ്ക്ക് കാണിച്ചു കൊടുക്കുന്നത് പ്രകാരം അവരുടെ മേൽ കൈവച്ച് ആ ശുശ്രൂഷ ഫലമേൽപ്പിച്ച് അവരെ പറഞ്ഞയക്കുകയും ചെയ്യുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് വേർപെട്ട സഭകൾ ഇന്ന് ആ നിലയിൽ ഒരു കൈവെപ്പ് ശുശ്രൂഷയായി സ്വീകരിക്കാത്തത് എന്നാണ് ചോദ്യം. നിഷ്പക്ഷ ബുദ്ധിയ അതിന്റെ മറുപടി പറയാൻ ദൈവസ്ഥനിൽ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിന് രണ്ട് നിലയിലുള്ള മറുപടിയാണ് സാധാരണയായി നമ്മൾ പറഞ്ഞു വരുന്നത്. ഒന്ന്, കൈവെപ്പ് എന്ന് പറയുന്ന ഒരു അപ്പോസ്തോലിക അധികാരത്തിന്റെ അടയാളമായിരുന്നു എന്നുള്ളതാണ്. അപ്പോസ്തോലിക കാലത്ത് ശുശ്രൂഷയ്ക്കായി പരിശുദ്ധാത്മാവ് വേർതിരിച്ചിട്ടുള്ള വ്യക്തികളെ അവരെ ആ നിലയിൽ അപ്പോസ്തലന്മാർ അവരുടെ ശുശ്രൂഷയെ തിരിച്ചറിഞ്ഞു എന്നും അതിൻ പ്രകാരം അവരെ ദൈവസ്ഥനിൽ ഫലമേൽപ്പിച്ച് പറഞ്ഞയക്കുന്നു എന്നുമുള്ള അതിന്റെ പരസ്യമായ ഒരടയാളമായി, അല്ലെങ്കിൽ അംഗീകാരത്തിന്റെ അടയാളമായി അവരെ കൈവച്ചു. അതുകൊണ്ട് എപ്പിസ്കോപ്പൽ സഭകളൊക്കെ സാധാരണ പറയാറുണ്ട്, ഒരു അപ്പോസ്തോലിക കൈവെപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് ശുശ്രൂഷയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേശകന്മാർ എന്നിങ്ങനെ 5 ഓഫീസുകളെയാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ സഭയുടെ ശുശ്രൂഷയ്ക്കായി പുനരുത്ഥാനം ചെയ്ത കർത്താവായ യേശു ക്രിസ്തു നൽകിയിട്ടുള്ളത്. അതില് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അവരുടെ സ്ഥാനീയമായ ശുശ്രൂഷകൾ ഇന്ന് ദൈവസഭയിൽ ഇല്ല എന്ന് പൊതുവെ നാം വിശ്വസിക്കപ്പെടുന്നു. അപ്പോസ്തലന്മാര് ദൈവസഭയുടെ അടിസ്ഥാന പണിക്കാരായിരുന്നു, പ്രവാചകന്മാരും ദൈവസഭയുടെ അടിസ്ഥാന പണിക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോസ്തോലിക പ്രവാചക ശുശ്രൂഷകൾ ആ നിലയിൽ ഇന്നില്ല. 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തല പ്രവാചകന്മാർ തങ്ങളുടെ ശുശ്രൂഷകൾ നിർവഹിച്ച് അവർ ദൈവസേനയിൽ മൺമറഞ്ഞു. ശേഷിക്കുന്ന ശുശ്രൂഷകൾ സുവിശേഷകന്മാർ, ഇടയോപദേശകന്മാർ എന്നിവയാണ്. അതിന് അപ്പോസ്തലന്മാർക്ക് ശേഷവും നമ്മൾ വാസ്തവത്തിൽ പല സ്ഥലങ്ങളിലും കൈവെപ്പ് എന്ന് പറയുന്ന ശുശ്രൂഷയെ സംബന്ധിച്ച് വായിക്കുന്നുണ്ട്. അന്ത്യോക്യയിലെ സഭയിൽ പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ സഭ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന സമയത്ത് ബർന്നബാസിനെയും ശൗലിനെയും പരിശുദ്ധാത്മാവായ ദൈവം വിളിച്ചിരിക്കുന്നതായ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുവാൻ സഭയ്ക്ക് പരിശുദ്ധാത്മ നിയോഗം ഉണ്ടായി. അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു എന്ന് വായിക്കുന്നു. വാസ്തവത്തിൽ അവിടെ ഈ അന്ത്യോക്യയിലെ സഭയിൽ ഈ സഹോദരന്മാരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ചയക്കുമ്പോൾ അപ്പോസ്തലന്മാരാരെങ്കിലും അവിടെ സന്നിഹിതരായിരുന്നുവോ എന്നതിനെ സംബന്ധിച്ച് യാതൊരു വ്യക്തതയുമില്ല. പിന്നീട് അപ്പോസ്തലനായ പൗലോസ് തന്നെ തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ വേഗത്തിൽ ആരുടെ മേലും കൈ വെക്കരുത് എന്ന ഒരു ശാസനയും നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷവും അപ്പോസ്തോലിക കാലത്തിന് ശേഷവും കൈവെപ്പ് ശുശ്രൂഷയുടെ നിയോഗത്തോട് ബന്ധത്തില് പിന്തുടർന്നു വന്നു എന്ന് ചിന്തിക്കുന്നതിൽ ന്യായമുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ തൃപ്തികരമായി ഇതിന് മറുപടി പറയാനായിട്ട് സാധിക്കും? അതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ ആ ബന്ധത്തിൽ ഞാൻ ഇവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അപ്പോസ്തോലിക കാലത്തും അതിനുശേഷവും കൈവെപ്പ് എന്ന് പറയുന്നത് ഒരു അധികാരത്തിന്റെ ശുശ്രൂഷ എന്നതിനേക്കാൾ ഒരു അംഗീകാരത്തിന്റെ അടയാളമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അന്ത്യോക്യയിലെ സഭയിൽ വെച്ച് ബർന്നബാസും നീഗർ, മനായേൽ, ശൗൽ മുതലായ സഹോദരന്മാരെ കർത്താവ് തങ്ങളെ വിളിച്ച വേലയ്ക്കായി വേർതിരിച്ചിരിക്കുന്നു എന്ന പരിശുദ്ധാത്മാവ് സഭയോട് സാക്ഷ്യം പറഞ്ഞപ്പോൾ സഭ അവരെ ആ നിലയിൽ മനസ്സിലാക്കി, അവരുടെ ശുശ്രൂഷയെ മനസ്സിലാക്കി
അവരുടെ മേൽ കൈവച്ചു എന്ന് പറഞ്ഞാൽ ആ ശുശ്രൂഷയ്ക്ക് ആ സഭയ്ക്ക് ബോധ്യത ഉണ്ടായി എന്നുള്ളതിൻ്റെ ഒരു അംഗീകാരം അടയാളമായി കൈവച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിമോത്തിയോസിനോട് പിന്നീട് പൗലോസ് പറയുമ്പോഴും വേഗത്തിൽ ആരുടെ മേലും കൈവയ്ക്കരുതെന്ന് പറഞ്ഞാൽ ഒരാള് ഒരു ശുശ്രൂഷയുടെ ലക്ഷണങ്ങളോ കൃപാവരങ്ങളോ വെളിപ്പെട്ടു വന്നു കഴിഞ്ഞാൽ തൽക്ഷണം ഈ ആളിനെ സഭയുടെ മൂപ്പനാക്കിയേക്കാം, അല്ലെങ്കിൽ മിഷണറി ആക്കിയേക്കാം എന്ന് വെച്ച് അങ്ങനെ പെട്ടെന്ന് ആ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിക്കരുത് എന്നാണ് ഈ പറയുന്നൊരു സാധനം. അവരെ എന്ത് ചെയ്യണമെന്ന് വളരെ വ്യക്തമായി 1:3 പറഞ്ഞിട്ട് സൂക്ഷ്മമായി പരിശോധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വെളി, തെരഞ്ഞെടുപ്പ്, ശുശ്രൂഷിക്കാനുള്ള നിയോഗം, സമർപ്പണം ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് സഭയ്ക്കൊരു ബോധ്യത വേണമെന്നാണ്. അങ്ങനെ ബോധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഇതൊരു ഉപദേശമായിട്ട്, അതായത് അപ്പോസ്തോലിക കൈവപ്പിന്റെ പിന്തുടർച്ച എന്ന നിലയിൽ സഭ കൈവച്ച ഒരാളെ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചെങ്കിൽ മാത്രമേ അദ്ദേഹം ശുശ്രൂഷനാകുള്ളൂ എന്നുള്ള ഉപദേശത്തിനുപരിയായി സഭയുടെ ഒരു റെക്കഗ്നീഷന്റെ അടയാളമായിട്ട് ആ സഭയിലെ മൂപ്പന്മാരും ശേഷമുള്ള സുവിശേഷകന്മാരും ഒന്നിച്ചുകൂടി അങ്ങനെയുള്ള നിയോഗം ലഭിച്ച വ്യക്തിയുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ച് അദ്ദേഹത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പറഞ്ഞയക്കുന്നത് സഭയുടെ ഒരു അംഗീകാരത്തിന്റെ അടയാളമായി നമുക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. എന്നാൽ ഒരു അപ്പോസ്തോലിക കൈവപ്പിന്റെ പിന്തുടർച്ച എന്ന നിലയിൽ നമുക്കതിനെ സ്വീകരിക്കാൻ സാധിക്കില്ല. കാര്യം അങ്ങനെ അപ്പോസ്തോലികമായൊരു കൈവപ്പിന്റെ പിന്തുടർച്ച ഉണ്ടായിരിക്കണമെന്ന് വേദപുസ്തകത്തിൽ എവിടെയും എഴുതപ്പെട്ടതായി നമുക്ക് വായിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ കൈവപ്പ് ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഒരു ഉന്നതമായ അധികാര കേന്ദ്രത്തിൽ നിന്ന് ഒരു ശുശ്രൂഷകന്റെ മേൽ കൈവച്ച് അവനെ അനുഗ്രഹിച്ച് ആ നിലയിൽ പറഞ്ഞയച്ചാൽ മാത്രമേ ഇവന്റെ ശുശ്രൂഷ സ്ഥിരീകരിക്കപ്പെടൂ എന്നുള്ളത് തികച്ചും തെറ്റായ ഒരു വ്യാഖ്യാനമാണ്. ശുശ്രൂഷയ്ക്കുള്ള നിയോഗമുണ്ടാകുന്നതും അതിന്റെ നടത്തിപ്പ് നൽകുന്നതും അതിനായി ഉള്ള നിയന്ത്രണം ഏർപ്പെടുന്നതും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് കൃപാവരങ്ങളിലൂടെ വെളിപ്പെടുത്തി വരുന്ന ആളുകളെ സഭ അംഗീകരിച്ച് ആ നിലയിൽ അവരെ പ്രാർത്ഥിച്ചയക്കുന്നു എന്നതിന്റെ അടയാളമായി ഒരുവന്റെ മേൽ കൈ വെച്ചാലും കുഴപ്പമില്ല, കൈ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഇവനെ കൈ വെക്കാത്ത ആളായതുകൊണ്ട് ശുശ്രൂഷയ്ക്ക് യോഗ്യനല്ല എന്ന് പറയാൻ പാടില്ല. കൈ വെച്ചതുകൊണ്ട് ഇന്ന ആളുകളുടെ അധികാരത്തിന്റെ കീഴിലാണ് ഇദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്നത് എന്ന് അവകാശപ്പെടാനും പാടില്ല. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാം? വേണമെങ്കിൽ പ്രാർത്ഥിച്ച് ഈ ആളിന് സഭയുടെ ഒരു പിന്തുണ അല്ലെങ്കിൽ ഒരു റെക്കഗ്നീഷൻ, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കർത്താവ് വിളിച്ചിരിക്കുന്നുള്ള കാര്യം സഭയ്ക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു, അതിന്റെ അടയാളമായി ഞങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചയച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അങ്ങനെ കൈവയ്ക്കാതെ പ്രാർത്ഥിച്ചാലും ദൈവം അദ്ദേഹത്തെ ശുശ്രൂഷയ്ക്കായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വിളിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് ചെയ്യുന്നതിന് യാതൊരു തടസ്സവും ഇല്ല എന്നാണ് ഞാൻ ദൈവവചന അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത്. വീഡിയോ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ക്രിസ്തീയ ശുശ്രൂഷകളുടെ പ്രായോഗിക വശത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ്. അവ ഏറെ വ്യക്തതയോടെ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവവചനത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമേ നമുക്ക് മനസ്സിൽ വിശകലനം ചെയ്യാനും പറഞ്ഞു തരാനും സാധിക്കുകയുള്ളൂ. ഞാൻ ഈ നിലയിലാണ് മനസ്സിലാക്കുന്നത്. അല്ലാതെ അപ്പോസ്തോലിക കൈവപ്പിന്റെ പിന്തുടർച്ച എന്ന് പറയുന്ന സംവിധാനം ദൈവസഭയ്ക്ക് ഇന്നില്ല. ഒരു പ്രാദേശിക സഭയിൽ ഒരാളെ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരാളെ മൂപ്പന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃപാവരങ്ങളോടുകൂടെ എഴുന്നേൽപ്പിച്ചു എന്ന് സഭയ്ക്ക് ബോധ്യമായാൽ ശേഷമുള്ള ശുശ്രൂഷകന്മാർ ഒരുമിച്ചോ അല്ലെങ്കിൽ ആ സഭയിലെ പുരുഷന്മാരായ സഹോദരന്മാരോ അദ്ദേഹത്തിന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ആ ശുശ്രൂഷയ്ക്ക് അംഗീകാരം നൽകിയിരിക്കുന്നു എന്ന് പരസ്യമായി പറയുന്നതിൽ ഏതെങ്കിലും വചനവിരുദ്ധത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരെ മറിച്ച് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ അപ്പോസ്തോലിക അധികാരത്തിന്റെ കൈമാറൽ നിലയിൽ ഒരു സംവിധാനം ദൈവസഭയ്ക്ക് ഇന്നില്ല എന്നുള്ളതും ഈ തരുണത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു.